ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് തസ്തികയിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷ നൽകാം. അതായത് നമ്മുടെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് വിവിധ ഫോഴ്സുകളാണ് കാണാം. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPF, അതുപോലെ CISF, അതുപോലെ ITBP, SSB നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ വിവിധ ഫോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് എന്ന് പറയുന്ന തസ്തികയാണ്. ഇത് ഗ്രൂപ്പ് A കാറ്റഗറിയിലുള്ള പോസ്റ്റാണ്. നല്ല സാലറിയും ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് വേക്കൻസീസ് കാണാം. BSF 24 വേക്കൻസി, CRPF 204 വേക്കൻസി, CISF 92 വേക്കൻസി, ITBP 4, SSB 3, അങ്ങനെ 357 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിതിലേക്ക് അപേക്ഷ നൽകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അതോടൊപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ഡേറ്റ് 5/3/2025 ആണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് എക്സാമിനേഷൻ 2025. ഓക്കെ, ഓൺലൈൻ അപേക്ഷ ക്ലോസിംഗ് ഡേറ്റ് ആണ് March 25 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പേജ് വൈസ് ആയിട്ടാണ് പറയുന്നത്, കാരണം ഒന്നും മിസ്സാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഫോട്ടോഗ്രാഫ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ അപേക്ഷയുടെ, അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് March 5 മുതലാണ്. അപ്പോൾ March 5 നിങ്ങൾ കണക്കാക്കുമ്പോൾ അതിൻ്റെ ഒരു 10 ദിവസം വരെ മാക്സിമം നിങ്ങൾക്ക് പോകാം. അതിൻ്റെ ഉള്ളിലെടുത്ത ഫോട്ടോ ആയിരിക്കണം, അല്ലെങ്കിൽ March 5 ശേഷം എടുത്ത ഫോട്ടോ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ February നിങ്ങൾ 24 ഇങ്ങോട്ടായിട്ട് എടുത്ത ഫോട്ടോ ആയിരിക്കണം. February 23 അല്ലെങ്കിൽ 22 ഒന്നും എടുക്കാതിരിക്കുക. മാക്സിമം 10 ദിവസത്തിൻ്റെ ഉള്ളിലെടുത്ത്, അതായത് നമ്മൾ March 5 കണക്കാക്കി 10 ദിവസത്തിൻ്റെ ഉള്ളിലെടുത്തായിരിക്കണം. ഇനി അതല്ലെങ്കിൽ March 5 ശേഷം എടുത്ത ഫോട്ടോ ആണെങ്കിലും കുഴപ്പമില്ല. അതായത് February 20 അല്ലെങ്കിൽ February 23 അപ്പുറത്തേക്കൊന്നും മാക്സിമം പോവാതിരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഫോട്ടോയിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ പേരും അതുപോലെ തന്നെ ഫോട്ടോ എടുത്ത ഡേറ്റും നമ്മൾ പ്രത്യേകം അതിലെന്ത് ചെയ്യണം, നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഡേറ്റ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാ നിങ്ങൾ March 25 ശേഷമുള്ള ഡേറ്റ് കൊടുക്കുക, ഫോട്ടോ എടുത്ത ഡേറ്റ്. February 25 ശേഷമുള്ള ഡേറ്റ് നിങ്ങൾ കൊടുക്കുക. എന്നാൽ പിന്നെ നമുക്ക് വലിയ റിസ്ക് ഇല്ല. ഓക്കെ, February 25 ശേഷമുള്ള ഏത് ഡേറ്റ് നിങ്ങൾക്ക് കൊടുക്കാം. നമ്മൾ ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ എന്നാണ് അപ്ലൈ ചെയ്യുന്ന ആ ഡേറ്റ് വെച്ച്, ആ ഡേറ്റിൻ്റെ ഉള്ളിലുള്ള. ഓക്കെ, അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് February 25, ഈ ഡേറ്റ് ഓർത്ത് വെക്കുക. അപ്ലൈ ചെയ്യുന്ന ഡേറ്റിൻ്റെ ഈ ഇടയിലുള്ള ഏത് ഡേറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫോട്ടോ എടുത്ത ഡേറ്റ് ആയിട്ട് കൊടുക്കാം. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും വേണം കേട്ടോ, ഫുൾ നെയിമും നിങ്ങളുടെ ഫോട്ടോയിൽ കാണിക്കണം. പിന്നെ നിങ്ങളുടെ ഫേസ് ഒരു 3/4 ആ ഒരു സ്പേസ്, അതായത് 4/3 ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ ഒരു അത്യാവശ്യം നല്ലൊരു വോളിയം നമ്മുടെ ഫേസ് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ രീതിയിലായിരിക്കണം ഫോട്ടോ എടുക്കണം, ഫേസ് നല്ല വ്യക്തമാകുന്ന രീതിയിൽ. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഫോട്ടോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഇതിൻ്റെ ഓൺലൈൻ എക്സാമിനേഷൻ നടക്കുന്നത് സെൻറ്റർ നമുക്ക് കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരമാണ് ഉണ്ടായിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ബാംഗ്ലൂർ, ചെന്നൈ, മറ്റ് സ്ഥലങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന. ഓക്കെ, പിന്നെ ഇതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷൻ, മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം 20 മാക്സിമം 25 ആണ്. 1 August 2025 എന്ന് പറയുന്ന ഡേറ്റ് കണക്കാക്കി നിങ്ങൾക്ക് 20 വയസ്സ് പൂർത്തിയാവുകയും 25 കഴിയാതിരിക്കുകയും വേണം. ഓക്കെ, എന്നാൽ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC NCL ആണെങ്കിൽ SC/ST ആണെങ്കിൽ അവർക്ക് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. എക്സ് സർവീസ്മാനും ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സിനൊക്കെ നിശ്ചിതമായുള്ള, അതായത് നിലവിലെ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിനൊക്കെ നിശ്ചിതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇതിലേക്ക് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ബാച്ചിലേഴ്സ് ഡിഗ്രി, ജസ്റ്റ് ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ഗ്രാജുവേഷൻ, എനി ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നല്ല ഓപ്ഷനാണ്. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാം. അതോടൊപ്പം നിങ്ങൾ ഫൈനൽ എക്സാമിനേഷൻ എഴുതി നിങ്ങൾ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫൈനൽ ഇയറിൽ പഠിക്കുന്നവർക്കല്ല, നിങ്ങളുടെ ഫൈനൽ എക്സാം നിങ്ങൾ അപ്പിയർ ചെയ്തിരിക്കണം, അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി NCC B or C സർട്ടിഫിക്കറ്റ് കണ്ടാൽ കുറച്ചും പാടെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ സമയത്തും അതുപോലെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട്, ആ സമയത്തൊക്കെ അത് പരിഗണിക്കുന്നതാണ്. ഒരു നിശ്ചിതമായുള്ള വെയിറ്റേജ് കാര്യങ്ങളൊക്കെ അതിന് കിട്ടും. ഇനി അത് നിർബന്ധമല്ല കേട്ടോ, അത് ഡിസൈറബിൾ ആണ്. ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിലും ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിലും അവർക്ക് ഇതിലേക്ക് യാതൊരു ഫീസും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. മറ്റുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും 200 രൂപ അപേക്ഷ ഫീസായിട്ട് നമ്മൾ അടയ്ക്കണം. ഓക്കെ, ഇനി ഇതിലേക്ക് മോഡിഫിക്കേഷൻ, നിങ്ങളുടെ അപേക്ഷയിൽ നിന്ന് തെറ്റുകൾ വന്നാൽ നിങ്ങൾക്ക് ഇത് 26/3/2025 മുതൽ 1/4/2025 വരെ നിങ്ങൾക്ക് ഈ ഡേറ്റിൽ നിങ്ങൾക്ക് ഇത് അപേക്ഷ തിരുത്താൻ പറ്റും. മാക്സിമം തെറ്റുകളില്ലാതെ നിങ്ങൾ അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിൽ നമ്മൾ എഡിറ്റിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് നീക്കുന്നതൊക്കെ ഇതിൽ കട്ട് ചെയ്യാതിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് ആദ്യത്തെ സെലക്ഷനിൽ വരുന്നത് റിട്ടൺ എക്സാമിനേഷനാണ്. അത് August 3 ഇവർ കണ്ടക്ട് ചെയ്യുക UPSC ആണ് നടത്തുന്നത്. 2 പേപ്പർ ഉണ്ടായിരിക്കും, പേപ്പർ 1ഉം പേപ്പർ 2ഉം. പേപ്പർ 1 രാവിലെ 10 to 12, പേപ്പർ 2 നിങ്ങൾക്ക് 2 to 5 മണി വരെ ഉണ്ടായിരിക്കുക. 250 മാർക്കാണ് പേപ്പർ 1. ജനറൽ എബിലിറ്റി ആൻഡ് ഇൻ്റലിജൻസ് ആണ് അതിൽ കവർ ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ആയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും.
പിന്നെ നിങ്ങൾക്ക് ജനറൽ സ്റ്റഡീസ് ആണ് പേപ്പർ 2-ൽ വരുന്നത്. അത് എസ് ആൻഡ് കംപ്രൻഷനാണ്, 200 മാർക്കിനാണ് അത് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് റിട്ടൺ എക്സാമിനേഷൻ കഴിഞ്ഞ് നിങ്ങൾ അതിൽ ഷോർട്ട് ലിസ്റ്റിൽ പെട്ടാൽ നിങ്ങൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഉണ്ടായിരിക്കും. അതിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ വരുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് 100 മീറ്റർ 16 സെക്കൻഡ് കൊണ്ട് ഓടിയെത്തണം, ഫീമെയിൽ ആണെങ്കിൽ 18 സെക്കൻഡ് കൊണ്ട് ഓടിയെത്തണം. 800 മീറ്റർ ഓട്ടം മെയിൽ ആണെങ്കിൽ 3 മിനിറ്റ് 45 സെക്കൻഡാണ് ഓടിയെത്തേണ്ടത്, ഫീമെയിൽ ആണെങ്കിൽ 4 മിനിറ്റ് 45 സെക്കൻഡ്. ലോങ് ജമ്പ് ആണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സ് 3.5 മീറ്റർ ചാടിയെത്തണം, 3 ചാൻസ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഫീമെയിൽ ആണെങ്കിൽ 3 മീറ്റർ മതി. ദെൻ ഷോർട്ട് പുട്ട് മെയിലിന് മാത്രമേ ഉള്ളൂ. 7.26 കിലോഗ്രാംസ് വെയിറ്റുള്ള 4.5 മീറ്റേഴ്സ് ഡിസ്റ്റൻസിലേക്ക് നമ്മൾ എറിയണം, ത്രോ ചെയ്യണം, 3 ചാൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഓടാൻ മാത്രം നിങ്ങൾക്ക് ഒറ്റ ചാൻസ് ഉണ്ടാവുള്ളൂ, അതിൽ ഔട്ടായാൽ ഔട്ടാണ്. മറ്റേതിനൊക്കെ നിങ്ങൾക്ക് 3 ചാൻസ് ഉണ്ടാവും. ഫീമെയിലിന് അത് ഷോർട്ട് പുട്ടില്ല. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും, ഓർ പേഴ്സണാലിറ്റി ടെസ്റ്റ്. അതിന് 150 മാർക്കാണ് വെയിറ്റേജ്. ഓക്കെ, അത് ഇത്രയുമാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുന്നത്. പിന്നെ നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷൻ്റെ സിലബസ് ഒക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ട് വേറെ എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, എന്തൊക്കെയാണ് കവർ ചെയ്യുക എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് വരാം. ഓക്കെ, പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാം. റീസെൻ്റായി ചെയ്ത നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കാണാം. ഇനി ഇതിൻ്റെ ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. ഇതിലേക്ക് നമുക്ക് നിശ്ചയമുള്ള ഹൈറ്റും വെയിറ്റും ഒക്കെ വേണം. മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം, ഫീമെയിൽ ആണെങ്കിൽ 185 സെൻറ്റിമീറ്റർ. ചെസ്റ്റ് മെയിൽ ആണെങ്കിൽ അവർക്ക് 81 സെൻറ്റിമീറ്റർ മതി, ഫീമെയിൽ അത് ബാധകമല്ല, ചെസ്റ്റ് ബാധകമല്ല. ഇനി എക്സ്പാൻഡഡ് കണ്ടീഷനിൽ 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം കേട്ടോ മെയിൽ കാൻഡിഡേറ്റ്സിന്. വെയിറ്റ് 50 കിലോഗ്രാംസ് ആണ് മെയിൽ, ഫീമെയിൽ 46. അങ്ങനെയാണെങ്കിലും ഹൈറ്റും ഏജിനും അനുസരിച്ച് വെയിറ്റിൽ വേരിയേഷൻ ഉണ്ടാവും കേട്ടോ. ഇനി ഐസൈറ്റ് വരികയാണെങ്കിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ ഡിസ്റ്റൻറ്റ് വിഷനിൽ നമുക്ക് 6/6 ബെറ്റർ ആയി ആണെങ്കിൽ, അത് നിങ്ങൾ കറക്റ്റ് ചെയ്തതാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ ലെൻസോ അതല്ലെങ്കിൽ ഗ്ലാസ് ഒക്കെ ഉപയോഗിച്ചിട്ട് കറക്റ്റ് ചെയ്താണെങ്കിൽ 6/6 മതി. ഓക്കെ, ഇനി നിങ്ങൾക്ക് മോശമായുള്ള കാഴ്ച ആണെങ്കിൽ അത് ഒരു 6/12 വരെ പോകാം കേട്ടോ. ഒരു കണ്ണിന് ബെറ്റർ, ഒന്ന് വേഴ്സ് ആയിട്ടാണെങ്കിൽ നിങ്ങൾക്കത് 6/12 വരെ പോകാം. അപ്പോൾ ഒന്നിന് 6/6ഉം ഒന്നിന് 6/12 ആണ് പറയുന്നത്. ഇതൊക്കെ കറക്റ്റഡ് ആണ്. നിങ്ങളുടെ ഈ കറക്റ്റ് മെഷേഴ്സ് നമ്മൾ ചെയ്തതായിരിക്കും. അത് ഈ പറയുന്ന ഗ്ലാസ്സോ അല്ലെങ്കിൽ ലെൻസൊക്കെ വെച്ച് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കാഴ്ച മതി. ഇനി അതല്ല നിയർ വിഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് N6ഉം N9ഉം ആണ് പറയുന്നത്, അതും കറക്റ്റഡ് ആണ്. ഇനി നിങ്ങൾക്ക് അതല്ലെങ്കിൽ ബെറ്ററിൽ 6/9ഉം പറ്റും. ഇനി രണ്ടിനും 6/9 ആണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ 6/6 തന്നെ കിട്ടണമെന്നില്ല. ഒന്ന് 6/9ഉം മറ്റൊന്നും 6/9 ഉണ്ടെങ്കിൽ അതും വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ ബാക്കിയുള്ളതൊക്കെ റിഫ്രാക്റ്റീവ് എററും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മെഡിക്കൽ അവിടെ ഐ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ക്ലിനിക്കിലൊക്കെ പോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ. പിന്നെ ഹൈറ്റിനും വെയിറ്റിനൊക്കെ അനുസരിച്ചിട്ട് ഹൈറ്റിനും ഏജിനൊക്കെ അനുസരിച്ചിട്ടുള്ള അതിൻ്റെ ചാർട്ട് ഇതിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്, നിങ്ങളുടെ ആ ഒരു എത്ര വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇത്രയുമാണ് ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം UPSC CAPF റിക്രൂട്ട്മെൻറ്റ് 2025. അപ്പോൾ ഇതിൽ നമുക്ക് അത്യാവശ്യം 1 lakhൻ്റെ അടുത്തൊക്കെ സാലറിയും അതിന് പിന്നെ നമുക്ക് പ്രൊമോഷൻ സാധ്യതയും ഉയർന്ന സാലറിയൊക്കെ ഉള്ള പോസ്റ്റ് കേട്ടോ. ഓക്കെ, പിന്നെ എൻട്രി ലെവലിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം 75,000 മുതൽ 90,000 ആണ്. പിന്നെ നിങ്ങൾക്ക് ഡെപ്യൂട്ടി അതുപോലെ കമാൻഡൻറ്റ് അങ്ങനെയൊക്കെ മാറുന്ന സമയത്ത് 1,00,000 പുറത്തേക്ക് സാലറി പോകും. ഓക്കെ, താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം ഇവിടെ ക്ലിക്ക് ചെയ്യാറുന്ന് കൊടുക്കുക. ക്ലിക്ക് ചെയ്യൽ കൊടുത്ത് അപ്ലിക്കേഷൻ ഫോമിൽ UPSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യണം. PSC ഒക്കെ നമ്മൾ ചെയ്യില്ല, അതേപോലെ നമ്മൾ ഒരു പ്രാവശ്യം ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഇതുവരെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ പേജിലേക്കാണ് നിങ്ങൾ വരിക. ഇത് ലോഗിൻ ചെയ്യാനുള്ള പേജാണ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗം കാണാം. ഓക്കെ, ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് മിസ്റ്റേക്ക് ഇല്ലാതെ കൊടുക്കുക കേട്ടോ. എന്നിട്ട് സബ്മിറ്റ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീമിനെ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പറാണ്, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടായിരിക്കും, അതിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വീഡിയോ കാണിക്കണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യാവുന്നതാണ്, കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.